ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയാ. സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ, കുടുംബാംഗങ്ങൾ സുഖമാണല്ലോ അല്ലേ? പ്രാർത്ഥനയിൽ ഓർക്കുന്നുണ്ട് കേട്ടോ. എല്ലാ ഞാൻ വെറുതെ പറയുന്നതല്ല, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്ത ദിവസങ്ങൾ ഇല്ലാന്ന് തന്നെ വേണേൽ പറയാം. അത് ഉറപ്പാണ്. ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ നിങ്ങളെ സമർപ്പിക്കുന്നുണ്ട് കേട്ടോ. ഹല്ലേലൂയാ. പറയത്തക്ക വിശേഷങ്ങളൊന്നും ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, ഡീക്കന്മാരെ അടുത്ത് ധ്യാനം തുടങ്ങുന്ന കാര്യം പറഞ്ഞല്ലോ. ഒക്കെ പിന്നെ അപ്പം അതിനു വേണ്ടിയുള്ള യാത്രകൾ കാർമൽഗിരി ഉള്ള ഡീക്കന്മാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ പ്രത്യേകം പ്രാർത്ഥന ഞാൻ പറഞ്ഞായിരുന്നു, സംശയം അല്ല, എന്തായാലും പറഞ്ഞതെന്ന് എൻ്റെ ഓർമ്മ. ഓക്കെ, അതിനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണം. ഇന്ന് മീഡിയയിലൂടെയുള്ള എല്ലാ ശുശ്രൂഷകൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കുഞ്ഞുട്ടോക്കിനെ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവും. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ വിഷയം വിലാപങ്ങൾ 5:21 തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്. ഈ പ്രാർത്ഥന നല്ലതായിരിക്കും, വളരെ എളുപ്പമുള്ളതായിരിക്കും എന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ബുക്ക് ഓഫ് ലാമന്റേഷൻ ചാപ്റ്റർ 5:21 ഇങ്ങനെയാണ് വചനം. കർത്താവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ അങ്ങയിലേക്ക് തിരിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങൾ പണ്ടത്തേതുപോലെ ആക്കണമേ. ഇതൊരു സ്പീഡിൽ പറയാത്ത ഒരു പ്രാർത്ഥന പോലെയാണ് കേട്ടോ അത്, അല്ലേ? മനോഹരമാണ്. അതായത് നമുക്കറിയാം, ബാബിലോണിൽ അല്ലെങ്കിൽ അടിമത്തത്തിലേക്ക് പോയ ജനം. അപ്പൊ ആ ജനം ഒരുപാട് അവരെന്തുകൊണ്ട് അടിമത്തിലേക്ക് പോകാൻ കാരണം പാപത്തിൽ പോയതുകൊണ്ടാണ്, കർത്താവിൽ നിന്ന് അകന്നു പോയതുകൊണ്ടാണ്, ദൂർത്തപുത്രൻ പോയതുകൊണ്ടാണ്. അപ്പോൾ അവർക്ക് അവിടെ ചെന്ന് അതിന്റെ കെടുതികളൊക്കെ അനുഭവിച്ച കാര്യങ്ങൾ വളരെ ക്ലിയറായി. അപ്പോൾ അവരവിടെ കിടന്നുകൊണ്ട് നടത്തുന്ന ഒരു പ്രാർത്ഥനയാണ്. അതായത് നമുക്ക് പാപത്തിലോട്ട് പോകാൻ വളരെ എളുപ്പമാണ്, നമ്മൾ വിചാരിച്ചാൽ മതി. പക്ഷെ തിരിച്ചു കയറണമെന്നുണ്ടെങ്കിൽ വി നീഡ് ദ ഹെൽപ്പ് ഫ്രം ഹെവൻ. സ്വർഗത്തിൽ നിന്ന് സഹായമില്ലാതെ തിരിച്ചു വരാൻ പറ്റിയല്ല, എളുപ്പമല്ല. ഹോസിയ 12 ഇത് കിടക്കുന്നുണ്ട്. ദൈവസഹായത്തോടെ നിനക്ക് തിരിച്ചു വരാൻ പറ്റുമോ? അതുകൊണ്ടാണ് ദൂർത്തപത്രം പറയുന്നത്, പിതാവേ, അല്ലെ, അങ്ങേക്കെതിരായി ഞാൻ പാപം ചെയ്തു പോയി, എന്നെ സഹായിക്കണം, ഒരു അപേക്ഷയാണ് എന്ന് പറയുന്നത് പോലെ ഇത് ബോധ്യം കിട്ടിയ ഈ ബാബിലെ അടിമത്തത്തിൽ പോയ ആ ദൈവജനം കരഞ്ഞു നിറവിളിച്ച് കർത്താവിനെ പ്രാർത്ഥിക്കുകയാണ്. എന്താ പ്രാർത്ഥിക്കുന്നത്? കർത്താവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ അങ്ങയിലേക്ക്, ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങയിലേക്ക് തിരിക്കണമെന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഞങ്ങളെ അങ്ങയിലേക്ക് തിരിക്കണമേ എന്ന് പറഞ്ഞാൽ കർത്താവ് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് നമുക്കൊരു അനുതാപത്തിന്റെ കൃപയൊക്കെ തന്ന് ദൈവം നമ്മളിങ്ങനെ വിളിക്കണം. ദൈവം എപ്പോഴും ഇങ്ങനെ വിളിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്, അല്ലെ? എന്നാണ് ദൈവത്തിന്റെ തിരുവചനം. അതുകൊണ്ട് ദൈവത്തോട് വീണ്ടും നമ്മൾ ഹെൽപ്പ് ചോദിക്കുകയാണ്. അതാണ് പ്രാർത്ഥിക്കുന്നത്. എന്നിട്ട് പറയാം, ഞങ്ങളുടെ ദിനങ്ങൾ പണ്ടത്തേതുപോലെ ആക്കണമേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിച്ച് നോക്കുമ്പോൾ